ഇന്നത്തെ വീഡിയോയിലെ മദ്രസയിലെ ഇന്നത്തെ പരിപാടിയുടെ കുറച്ച് വിശേഷങ്ങളും അതിനുശേഷം നാളത്തെ പരിപാടിക്കുള്ള വീട്ടിലെ ഒരുക്കങ്ങളുമാണ്. അപ്പൊ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ പരിപാടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റാലി തന്നെയായിരുന്നു. ഓരോ വിഭാഗക്കാരും വരി വരിയായി പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു, ചെറിയവരുടെ ദഫ് ഉണ്ടായിരുന്നു, വലിയവരുടെ ദഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ലാതെ എല്ലാവരും റാലിയിൽ അങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ആരവുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും സന്ദേശവും ഓർത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ശരിക്കും നല്ലൊരു സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്കിതൊക്കെ കണ്ടപ്പോൾ എന്താണെന്നറിയോ ഓർമ്മ വന്നത്, എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെയുള്ള റാലികളും പരിപാടികളും ഒക്കെ കാണാൻ പോയിരുന്ന ആ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വന്നിട്ടോ. ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞത്, എന്റെ നാടാണല്ലോ, മദ്രസയിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അന്ന് പെൺകുട്ടികളെ കുറെ, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ റാലിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ ഇങ്ങനത്തെ പിന്നെ എന്ന് പറയുമ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൗലൂദിന് നേരെ മദ്രസയിലേക്ക് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് വലിയവരുടെ ദുഃഖാണ്, ഇതിൽ എന്റെ ആങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. ഇതിന്റെ ആ ഫീലൊക്കെ കിട്ടണമെന്നെങ്കിൽ നമ്മൾ ആ പാട്ടും കാര്യങ്ങളൊക്കെ ഇടണം. പക്ഷെ ഇതിൽ ഒരുപാട് പാട്ടുകൾ സൗണ്ട് ബോക്സ് ആയതുകൊണ്ടാട്ടോ ഇടാത്തത്. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ആങ്ങളമാരെ മക്കളാണിത്. ഓർക്ക് കിട്ടിയ മുട്ടായികളാണ് കേട്ടോ. അത് ഓരോരുത്തരും മിഠായികൾ, അങ്ങനെ ശരിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് ഓർമ്മ വരുന്നത്? നമ്മൾ ആ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒന്ന് തന്നെയായിരുന്നു അല്ലെ. ഇങ്ങനെ മിഠായികളൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കൊട്ടിയിട്ട് ഓരോരോ വീടിന്റെ അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരോ വീടുകൾക്ക് അതങ്ങനെ മാറ്റി വെക്കും. ഇത് ഇന്ന വീട്ടിലേക്ക് ഇങ്ങനെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ആ മിഠായി എത്തിക്കായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ മിഠായിക്ക് കാട്ടുക. ഇവര് 3 പേരും കൂടി പോയി കൊണ്ടുവന്നതാണ്. ഉപ്പയും കാക്കയൊക്കെ പോകുമല്ലോ, അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓരിങ്ങനെ അതൊന്നാകെ ചേർത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വയസ്സിന് ഭയങ്കര സന്തോഷാണ്. ആദ്യം നമ്മളാണ് പോയിരുന്നത് ഇങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മളെ മക്കളാണല്ലേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയിട്ട് കൊണ്ടുവന്ന് നമ്മളെ കൈകളിലേക്കൊക്കെ തരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകൂട്ടോ അത്. അങ്ങനെ ഓർക്കത് ഭയങ്കര ആരവയിക്കണം. അങ്ങനെ ഓരതൊക്കെ മിഠായിയൊക്കെ ഇങ്ങനെ എടുത്ത് കൊട്ടുന്നുണ്ട്. ഇത് ഓർക്ക് ഭയങ്കര സന്തോഷം. ഇത്ര തോനെ മിഠായി കിട്ടുന്നതൊക്കെ ഓരോ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടാവും കാണുന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ആങ്ങളന്റെ കുട്ടികളൊക്കെ എന്തെങ്കിലും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര വലുതായിട്ടില്ലല്ലോ. ഓരോ വർഷം കഴിയുന്തോറും നമ്മളെ മക്കൾ വലുതായി വരികയാണ്. ഓർക്ക് അറിവുകൾ വെച്ച് തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണ്. അങ്ങനെ ഈ മിഠായികളൊക്കെ കണ്ട് ഓരോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇനി കൊടുക്കും. ഇനിയിപ്പോ ആര് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഓർക്കൊക്കെ ദൂരച്ച് കൊടുക്കുകയും ചെയ്യട്ടെ. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ ഞാനൊക്കെയാണ് അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഉമ്മയൊക്കെ ആ ശീലമാണ് ഞങ്ങളെ ചെറുപ്പം തൊട്ടേ ശീലാക്കിയിട്ടുള്ളതും. ഇങ്ങനെ മിഠായി കൊണ്ടുവന്ന് കൊട്ടുന്ന സമയത്ത് ആ മിഠായി ഫുള്ള് നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ അല്ല തരുന്നുള്ളത്, എല്ലാ വീടുകളിലേക്കും. അത് കിട്ടാത്ത വീടുകളൊക്കെ ഉണ്ടാകും, മദ്രസയിലേക്ക് പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ ഓർക്കൊക്കെ അത് എത്തിക്കും. അങ്ങനെ വീട്ടിലേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ ചോറ് തിന്നലും നേർച്ച ചോറൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ നമ്മൾ വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മടക്കി പെറുക്കി വെക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. മാറാലൊക്കെ തട്ടിയിട്ട് ഒന്നാകെ അടിച്ചു വാരി തുറക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അപ്പൊ അന്ന് ബാലൻസ് വെച്ച ഒന്നായിരുന്നു ഈ ഓപ്പൺ ടെറസ് നന്നാക്കൽ എന്നുള്ളത്. അപ്പൊ ഇന്നാണ് ഇപ്പൊ ഈ വീഡിയോ ഇടുന്ന, ഇന്ന് നിങ്ങൾ കാണുന്നതെങ്കിൽ 13-ന് ലെവൽ 13-നാണ് ഇക്കാന്റെ വീട്ടിലെ പരിപാടി ഉള്ളത്, ഇക്കാന്റെ നാട്ടിലെ പരിപാടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകത്തിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ്, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയ സമയത്ത് ഓപ്പൺ ടെറസ് നന്നാക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്.
അല്ല ഞാൻ പിന്നെ പോയിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലേക്കൊക്കെ ആ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു ആന്തൃപ്തിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീടൊക്കെ ഒന്ന് നന്നാക്കി വെക്കുമ്പോ ഒരു സന്തോഷമാണ് മനസ്സിന്. നമ്മുടെ ഒരു ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുന്നത് നമ്മുടെ നബിന്റെ ഒരു പരിപാടി കൂടിയാണല്ലോ. നമ്മുടെ നബിന്റെ പേരിൽ നടത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരട്ടി മധുരം നൽകുന്ന ഒന്നും കൂടിയാണ്. അതുകൊണ്ട് നമ്മളെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ദിവസങ്ങളിൽ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഓപ്പൺ ടെറസ് ഒക്കെ ഒന്ന് എല്ലാം ഡ്രസ്സുകളൊക്കെ കൂടി മാറുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ ടെറസ് ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കുന്നുണ്ട്. മോള് ഹെൽപ്പ് ആക്കുന്നുണ്ട്. ആ ഹെൽപ്പ് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഞാൻ കൂട്ടി വെച്ചതൊക്കെ ഓള് ചൂലെടുത്തിട്ട് എല്ലായിടത്തേക്കും പിന്നെ ആക്കുന്നുണ്ട്, പിന്നെയും കൂട്ടുന്നുണ്ട്. മക്കളും കൂടി ഉള്ള ദിവസമാണെന്നെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ പണിയും കൂടി ആയിരിക്കും. അങ്ങനെ പിന്നെ ഓളെ കൊണ്ട് കഴിയുന്ന പോലെ ഓളും ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര പൊടികളൊക്കെ അവിടെ. കാരണം നമ്മള് തിരുമ്പിയിട്ട് എന്റെ മോളെ മണ്ണില് കളിക്കും. അതായത് ഓപ്പൺ ടെറസിൽ പോയിട്ട് നമ്മൾ ചെടിച്ചട്ടിയിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കൊട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. അങ്ങനെ ഓളെ കൈയും കാലും ഒക്കെ കൈകള് ഈ അതായത് വാഷിംഗ് മെഷീന്റെ അടുത്തുള്ള അവിടെ ചെന്നിട്ടാണ്. അപ്പൊ ഞാൻ അവിടെ ഒരച്ചപ്പോ എന്റെ കൂടെ ഒരുക്കാൻ നിന്നപ്പോ ഞാൻ മെഷീനെ കൂടി ചളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് ആട്ടിയപ്പോ ഓൾ എന്ത് ചെയ്തത് ഒരു ശീലി എടുത്ത് പോയിട്ട് പുറമെ അങ്ങനെ ടെറസ് അങ്ങനെ തുറക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നല്ലൊരു വെളിച്ചം വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മരങ്ങൾ മുറിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം ഉണ്ടായിരുന്നു ഓപ്പൺ ടെറസ് ഒക്കെ. മറ്റേതൊരു ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം വൈക്കലൊക്കെ പൊടി പാറിയിട്ടുണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് നനഞ്ഞൊരു ശീല കൊണ്ട് തോത്തി എടുത്തതിന് ശേഷം വാഷിംഗ് മെഷീനിലിട്ട ഡ്രസ്സൊക്കെ ഒന്ന് തോരിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതും കൂടി തോരയിട്ടത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓപ്പൺ ടെറസിൽ നിന്ന് പോകാലോ. പിന്നെ ഇവിടുന്ന് അതിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട ഡ്രസ്സ് ഒരുപാട് എന്റെ റൂമിൽ കിടക്കുന്നു. അതൊക്കെ മടക്കി വെക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് തോരട്ട് ഈ ഓപ്പൺ ടെറസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം. പിന്നെന്ന് പറയുമ്പോ നാളെ രാവിലെ തന്നെ ഈ റാണിന്റെ കൂടെ മണ്ഡലമായിരിക്കും. കാക്കമാരെ മക്കളൊക്കെ ഉണ്ട് പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ദഫിനൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഓരെ കൂടെ മണ്ടലും ചാടലും ഒക്കെ ആയിക്കാരം. അപ്പൊ രാവിലത്തെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതുകൊണ്ടാണ് തലേ ദിവസം ഉച്ചന്റെ ശേഷം ആയാലും മണ്ടിയില്ല. അസ്തമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ വേഗം തോരടല്, അതേപോലെ തന്നെ മടക്കി വെക്കലും, പിന്നെ കുറെ കല്ലില് തിരുമ്പാനും ഉണ്ടായിരുന്നു. ഞാൻ കല്ലിന് നല്ല മോളെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഇക്കാന്റെ ഡ്രസ്സുകളൊന്നും ഞാന് അങ്ങനെ മെഷീനിൽ ഇടലില്ല. അപ്പൊ കണ്ട ചളിയായത് മറ്റോള് അവിടെയൊക്കെ കളിച്ച് വന്നതിന് ശേഷം വീണ്ടും അവിടെ ചോട്ടി നന്നാക്കണം. കുട്ടികളെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നന്നാക്കിയേ തീരുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ വേഗം അത് പൊട്ടി പിടിക്കാത്തതിന് മുമ്പ് തന്നെ വെള്ളം പാർന്ന് നന്നാക്കുന്നുണ്ട്. പിന്നെ ഏതായാലും വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് ഒരു ട്രിപ്പും കൂടി ഇടാണ്ടായിരുന്നു. അത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മളെ പണികള് കല്ലില് തിരുമ്പലും ഒക്കെ കഴിഞ്ഞു വന്ന് മടക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് അത് അവിടെ തിരുമ്പിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് തോരടാലോ വിചാരിച്ചിട്ട്. പിന്നെ മോള് പോയിന്റെ ശേഷം സിറ്റ് ഔട്ടൊക്കെയുള്ള ജനവാതിലൊക്കെ തുറന്നിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കണ്ടിരിക്കാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇക്കാന്റെ ഡ്രസ്സ് കുറച്ചധികം തന്നെ കഴുകാണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല് ആ ഡ്രസ്സും ഒക്കെ ഒന്ന് കഴുകട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ മോള് ഒബിയസ്ലി നമ്മളെ കൂടെ തന്നെ പോരുമല്ലോ. അപ്പൊ പിന്നെ ഓളും ഞാനും തിരുമ്പാണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനും ഒന്ന് തുടച്ചിടുക. ഓപ്പൺ ടെറസിലൊക്കെ ഇങ്ങനെ കയറുമ്പോ ഡൈനിങ് ഹാളിലൊക്കെ ഇങ്ങനെ ചളി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ആ ഡൈനിങ് ഹാൾ ഒന്ന് തുടച്ചു വന്നപ്പോ ആ മൊപ്പം അതിലേക്ക് അങ്ങനെ ആ സർക്കുമ്പടിന്റെ ബാക്കിക്ക് അങ്ങനെ ഇട്ട് വെച്ചതാണ്. അങ്ങനെ എന്റെ തിരുമ്പൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിൽ മോളും തിരുമ്പുന്നുണ്ട് കേട്ടോ. മോള് ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മച്ചി കുറച്ച് സ്ഥലം തരുമെന്ന്. ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓക്കും കൂടി സ്ഥലം കൊടുക്കൽ നിന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും തിരുമ്പല് കഴിയൂല. അങ്ങനെ ആ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ പരിപാടികള് നേരത്തെ തന്നെ കഴിച്ചു വെച്ചാൽ നാളത്തേക്ക്, അതായത് പരിപാടി ഉള്ള ദിവസം നമുക്ക് വണ്ടിപ്പാച്ചിൽ ഒരുപാട് കുറക്കാം. ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. മറ്റേത് ആ പണി എടുക്കാണ്ടല്ലോ ഇത് എടുക്കാണ്ടല്ലോ എന്ന് ഓടിപ്പാച്ചിലേക്കാരം. അങ്ങനെ പിന്നെ അത് തിരുമ്പലും ഉണക്കലും തോരടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ടെറസിൽ നിന്ന് അടിച്ചു വരാത്തതിന് മുമ്പ് ഉണങ്ങിയ ഡ്രസ്സ് ഇട്ടതൊക്കെ ഞാൻ അങ്ങനെ കട്ടിൽമേലോട് കൊണ്ടുപോയിട്ടതായിരുന്നു. വണ്ടിയിലെ മോള് അവിടെ ഉണ്ടായിരുന്നു. ഓള് ആ ഡ്രസ്സില് ചാടലും കളിക്കലും ഓളെ ഫ്രഷ് ആക്കിയിട്ടാട്ടെ എത്തിയിട്ടുള്ളത്. അതൊന്നും മേത്ത് ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓളെ കെടുക്കേണ്ടതിന് കുഴപ്പമില്ല. മറ്റേത് ചളിയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിടത്താനൊന്നും പറ്റൂലല്ലോ. പിന്നെ ഓളെ ഞാന് തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ വേഗം കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ ഞാന് അയലുമത്തെ ഡ്രസ്സ് കണ്ടോ അൽമറിന്റെ ഉള്ളിൽ കയറി കുത്തിർക്കണ്ട, അങ്ങനത്തെ ഒരുപാട് പണികൾ ഓര് ഒപ്പിച്ച് വെക്കാണ്ടാകും. അതിന്റെ വയ്യാല് നമുക്ക് മണ്ടാനും ഉണ്ടാകും. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഒന്നിങ്ങനെ
മടക്കി വെച്ച് റൂമിലുണ്ടാവും. അപ്പോഴേക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും പെറുക്കിയിട്ടിട്ടുണ്ടാകും. അങ്ങനെ പണിയുള്ള ഒരു സമയമായിരിക്കും അല്ലെ ഇതൊക്കെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബെഡ്ഷീറ്റും ഒന്നോട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ നമ്മള് എല്ലായിടത്തും മാറ്റുന്ന സമയത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഓപ്പൺ ഡ്രസ്സിന് കൊണ്ടുവന്നിട്ടതിന്റെ അവിടെ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ചുട്ട് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തു, ആ ബെഡ്ഷീറ്റ് അറിയാതെ തിരുമ്പാനിട്ടതിന് ശേഷം പുതിയൊരു ബെഡ്ഷീറ്റ്, റബീഉൽ അവ്വലിന്റെ പരിപാടികളും ഒക്കെ ആണല്ലോ, നമുക്ക് എല്ലാം പുതിയതാക്കാന്ന് വിചാരിച്ചിട്ട് വീടും അതുപോലെ തന്നെ എല്ലായിടത്തും നന്നാക്കിയിട്ട് ആ ബെഡ്ഷീറ്റും വിരിച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിക്കെ വന്ന് മഗ്‌രിബ് നിസ്കാരം മൊത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നാളെ ഇവിടെ പരിപാടികൾ അതിനകത്ത് നോട്ടുമാലയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ആ നോട്ടുമാലയൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാ പ്രാവശ്യവും മോളെ കൊണ്ട്, എല്ലാ പ്രാവശ്യം തന്നെ മോൾ ഉണ്ടായതിന് ശേഷം മോളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നോട്ടുമാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടിപ്പിക്കലുണ്ട്. ഒരുപാടൊന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത് വെച്ചിട്ട് ഒരു നോട്ടുമാല, നമ്മളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത് വെച്ചിട്ട് ഞാനൊരു നോട്ടുമാല അതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കലുണ്ട്. അങ്ങനെ നോട്ടുമാലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ ദിവസം കഴിയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടിലത്തെ പരിപാടികളും അതുപോലെ തന്നെ ഇക്കാന്റെ നാട്ടിലുള്ള പരിപാടികളും ഒക്കെയുള്ള അതിനുള്ള ഒരുക്കങ്ങളും കൂടിയിട്ടുള്ള ഒരു വ്ലോഗായിരുന്നു ഇത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നായിരുന്നു പരിപാടി എന്നും, എന്നാൽ ഇന്നലെ തന്നെ പരിപാടി ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ 12-ന് തന്നെ പരിപാടി ഉണ്ടാകും. എന്റെ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കുറിയും ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഞാൻ മദ്രസയിൽ പോകുന്ന അന്ന് തൊട്ടേ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ 12-ന് മാത്രമേ അവിടെ ഇതുവരെ പരിപാടി ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഇക്കാന്റെ വീട്ടിൽ വന്നിട്ട് റബീഉൽ അവ്വൽ 12-ന് നേർച്ച ചോറൊക്കെ ഉണ്ടാവുമെങ്കിലും മറ്റേ പരിപാടികൾ എന്നും 12 കഴിഞ്ഞിട്ടാണ് ഉണ്ടാവലുള്ളത്. അപ്പൊ പിന്നെ തലേ ദിവസം തന്നെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോട്ടുമാല എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നാത്തൂന പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ വെച്ചാള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ഓരോ പറഞ്ഞു തന്നതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ നോട്ടുമാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ഇടാനും അതുപോലെ തന്നെ ലൈക്ക് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോക്ക്, ഇനി അടുത്ത വീഡിയോ നിന്റെ ഇക്കാന്റെ നാട്ടിലെ റബീഉൽ അവ്വലിന്റെ പരിപാടിയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.